ജിയോമെട്രി ആൻഡ് ആൽജിബ്രയുടെ 217 ഫോർത്ത് ക്വസ്റ്റ്യൻസ് ആണ്. 1 to 3 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് പോയി എല്ലാവരും കാണുക. എന്നിട്ട് നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കാം. In the figure, the midpoints of the large quadrilateral are joined to form the small quadrilateral with. First question. Find the coordinates of the fourth vertex of the smaller quadrilateral. Second. Find the coordinates of the other three vertices of the other three vertices of a larger. ഈ മലയാളത്തിൽ കൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. കാരണം മലയാളം മീഡിയത്തിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് വായിക്കുന്നത്. ചിത്രത്തിലെ ചതുർഭുജത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാണ് അതിനുള്ളിലെ ചെറിയ ചതുർഭുജം വരച്ചിരിക്കുന്നത്. ചെറിയ ചതുർഭുജത്തിന്റെ 4ാം മൂലയുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വലിയ ചതുർഭുജത്തിന്റെ മറ്റു 3 മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ മനസ്സിലായ എല്ലാവർക്കും? ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചിത്രം വരയ്ക്കാം. ക്വാഡ്രിലാറ്ററൽ വരച്ചു. ഇനി നമ്മൾ അതിന് നെയിം കൊടുത്തു. A, B, C, D. ഇനി നമുക്ക് ചെറുതിനും കൂടെ കൊടുക്കാം. P, Q, R, S. ഇവിടെ നമ്മുടെ എയുടെ പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 2 and 1. പിന്നെ നമുക്ക് തന്നേക്കുന്നത് ചെറിയ ക്വാഡ്രിലാറ്ററലിന്റെ പോയിന്റുകളാണ്. 6, 6, 6, Q, 9, 5, S, 3, 3. ഓക്കെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് B ഇല്ല, C ഇല്ല, Dയുടെ അറിയത്തില്ല. അതേപോലെ തന്നെ ചെറിയ ക്വാഡ്രിലാറ്ററലിന്റേത് T നമുക്ക് തന്നിട്ടില്ല. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മിഡ് പോയിന്റ് ഓഫ് AD, അതായത് എസിന്റെ പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. എയുടെ പോയിന്റ് നമുക്ക് അറിയാം. അതുകൊണ്ട് നമുക്ക് എന്താണ് ചെയ്യാം? ഇവിടെ ADയുടെ ചെയ്യാം. മിഡ് പോയിന്റ് ഓഫ് AD നമുക്ക് കണ്ടുപിടിക്കാം. എയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 2 and 1. ഡിയുടെ വാല്യൂ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എക്സ് വൈ എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 plus x divided by 2 and 1 plus y divided by 2. ഇവിടെ നമുക്ക് എഫിന്റെ കോഡ് തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഇത് യൂസ് ചെയ്ത് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. 2 plus x divided by 2 is equal to 3 and 1 plus y divided by 2 is equal to 3 എന്ന് നമുക്ക് എഴുതാം. നമുക്ക് ആദ്യം എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. 2 plus x equal to 3 into 2 6. x is equal to 6 minus 2 is equal to എത്രയാണ്? 4. ഓക്കെ. അതുപോലെ നമുക്ക് y-യുടെ വാല്യൂ കണ്ടുപിടിക്കാം. 1 plus y by 2 is equal to 3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 plus y is equal to 6. y is equal to 6 minus 1 is equal to 5. അപ്പൊ നമുക്ക് നമ്മുടെ കോഡ് കിട്ടി 4 and 5. ഇതൊക്കെയാണ് നമ്മുടെ ഡിയുടെ കോഡ്. ഡി എത്ര നമുക്ക് കിട്ടിയത്? 4 and 5. നമുക്ക് ഈ എക്സ് വൈ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് അവിടെ ഡിയുടെ കോഡ് കൊടുക്കാം. ഓക്കെ. ഇനി നമുക്ക് ചെയ്യുന്നത് മിഡ് പോയിന്റ് ഓഫ് സി ഡി ആണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഡിയുടെ വാല്യൂ നമുക്കിപ്പോൾ അറിയാം. സിയുടെ വാല്യൂ അറിയത്തില്ല. അപ്പൊ സിക്ക് നമ്മൾ എന്തെടുക്കുന്നു? എക്സ് വൈ നമ്മളൊരു കോഡ് കൊടുത്തു. ഇനി നമുക്ക് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 4 plus x by 2 ഈക്വൽ ടു നമുക്ക് എത്ര എടുക്കാം? 6. പിന്നെ വൈയുടെ പോർഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 5 plus y divided by 2 is equal to 6 എന്ന് എഴുതാം. ഓക്കെ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പഴയതുപോലെ തന്നെ 4 plus x equal to 6 into 2 12. x is equal to 12 minus 4. എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? 8 കിട്ടും നമുക്ക്. അതേപോലെ നമുക്ക് വൈയുടെ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 plus y is equal to 12.
y is equal to 12 minus 5. 12 minus 5 എത്രയാണ്? 7. അപ്പൊ നമുക്ക് കോഡ് എത്ര കിട്ടി? 8 and 7 ആണ് നമ്മുടെ സിയുടെ കോഡ്. ഇവിടെ നമുക്ക് 8 7 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ട ഏതാണ്? മിഡ് പോയിന്റ് ഓഫ് ബി സി. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മിഡ് പോയിന്റ് ഓഫ് ബി സി ആണ്. ബിയുടെ അറിയത്തില്ല, സിയുടെ അറിയാം, ക്യൂവിന്റെ വാല്യൂ നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മിഡ് പോയിന്റ് ഓഫ് ബി സി. ബിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ബി ഇസ് ഈക്വൽ ടു എക്സ് വൈ നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 8 plus x divided by 2 is equal to എത്രയാണ്? 9. അതേപോലെ വൈയുടെ പോർഷൻ എങ്ങനെ കൊടുക്കാം? 7 plus y divided by 2 is equal to 5. ഓക്കെ, ഇനി പഴയതുപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 8 plus x is equal to 18. x is equal to 18 minus 8 is equal to 10. ഓക്കെ, ഇനി നമുക്ക് 7 ടൈംസ് ചെയ്യാം. 7 plus y is equal to 10. y is equal to 10 minus 7 എത്ര കിട്ടും? 3. ഓക്കെ, അപ്പൊ നമ്മുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്? ബിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? ബി is equal to 10 and 3. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് മിഡ് പോയിന്റ് ഓഫ് എ ബി ആണ്. എ ബി, ഇപ്പൊ നമ്മളുടെ ഒരു പ്രത്യേകത ഉള്ളത് എയുടെ വാല്യൂ അറിയാം, ബിയുടെയും വാല്യൂ അറിയാം. ഇവിടെ അറിയാത്തത് ഏതാണ്? പിയുടെ വാല്യൂ ആണ് നമുക്ക് അറിയാത്തത്. അത് നമുക്ക് കണ്ടുപിടിക്കാം. x is equal to 2 plus 10. x1 y1 x1 y1 x2 y2 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം 2 plus 10 divided by 2. അതേപോലെ നമുക്ക് y യുടെ നമുക്ക് എങ്ങനെ എഴുതാം? 1 plus 3 by 2. 2 plus 10 12 by 2 is equal to 6. y is equal to 4 by 2 is equal to 2. അപ്പോൾ നമുക്കിവിടെ 6 2 എന്ന് നമുക്ക് ആരുടെ വാല്യൂ കിട്ടി? പിയുടെ വാല്യൂ നമുക്ക് 6 and 2 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്കിതിനെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. നമുക്കിവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കോർഡിനേറ്റ്സ് ഓഫ് ദ ഫോർത്ത് വെർട്ടെക്സ് ഓഫ് ദ സ്മാളർ ക്വാഡ്രാറ്റർ. സ്മാളർ ക്വാഡ്രാറ്റർ അതായത് ചെറിയ ക്വാഡ്രാറ്ററിലെ അതായത് ചെറിയ ചതുർഭുജത്തിന്റെ പിയുടെ വാല്യൂ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്രയാണ് നമുക്ക് കിട്ടിയത്? 6 2 നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് കോർഡിനേറ്റ്സ് ഓഫ് ദ അതർ 3 വെർട്ടിസസ് ഓഫ് ദ ബിഗർ ക്വാഡ്രാറ്റർ. മറ്റ് വലിയ ക്വാഡ്രാറ്ററിൽ നമുക്ക് ഒരു പോയിന്റ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളായിരുന്നു, 2 and 1 എയുടേത് മാത്രം. നമ്മൾ ബിയുടെ കണ്ടുപിടിച്ച് എത്രയാണ്? 10 and 3. സിയുടെ കണ്ടുപിടിച്ചു 8 and 7. ഡിയുടെ കണ്ടുപിടിച്ചു 4 and 5. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ഇനി നമുക്ക് 5th ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കാം. The coordinates of the vertices of a triangle are 3 5 9 13 10 6. മൂന്നെണ്ണം തന്നിട്ടുണ്ട്. Prove that this triangle is isosceles. Isosceles triangle ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. Calculate its area. അതിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. മലയാളത്തിൽ ഒന്നുകൂടെ വായിക്കാം. ഒരു ത്രികോണത്തിന്റെ മൂലകൾ 3 5 9 13 10 6 എന്നിവയാണ്. ഈ ത്രികോണം സമപാർശ്വ ത്രികോണമാണെന്ന് തെളിയിക്കുക. അതിന്റെ പരപ്പളവ് കാണുക. ഫസ്റ്റ് മനസ്സിലായല്ലോ. ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ ആദ്യം വരയ്ക്കാം. എ ബി സി എന്ന് നമ്മൾ കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് കുറെ കോഡുകൾ വന്നിട്ടുണ്ടല്ലേ? ഏതൊക്കെയാണ്? 3 5
പിന്നെ തന്നേക്കുന്നത് 9, 13, പിന്നെ 10, 6. ഇങ്ങനെ 3 കോഡുകളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ള എന്താണ്? AB is equal to, നമുക്ക് ഇതിന്റെ റൂട്ട് വെച്ച് കണ്ടുപിടിക്കാമല്ലോ. 9 minus 3 whole square plus 13 minus 5 whole square. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് കിട്ടും? 9 minus 3 എത്രയാണ്? 6 square plus 13 minus 5 എത്രയാണ്? 13 minus 5 8 കിട്ടി. 8 square. അപ്പോൾ 6 സ്ക്വയർ എത്രയാണ്? 36 plus 8 സ്ക്വയർ 64. നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? 100 കിട്ടും. സീക്വൽ ടു 110ന്റെ സ്ക്വയർ റൂട്ട് ആണ് 100 എന്നുള്ളത്. അപ്പോൾ നമുക്ക് വാല്യൂ എത്ര കിട്ടും? 10 എന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ്? BC ആണ് കേട്ടോ. BC ആണ് നമുക്കിനിയും കണ്ടുപിടിക്കാനുള്ളത്. BC കണ്ടുപിടിക്കുമ്പോൾ A, B, C. BC കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 10 minus 9 whole square plus 6 minus 13 whole square. 10 minus 10 എത്രയാണ്? 1 square plus 7 square. നമുക്ക് എങ്ങനെ കിട്ടും? 1 plus 49 is equal to root 50 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് AC-യുടെ കണ്ടുപിടിക്കാം. AC-യുടെ കണ്ടുപിടിക്കാൻ സ്ക്വയർ റൂട്ട് ഓഫ് 10 minus 3 10 minus 3 whole square plus 6 minus 5 whole square. 10 minus 3 എത്രയാണ്? 7 plus square plus 6 minus 5 1 square. എത്ര കിട്ടും? റൂട്ട് 50. അറിയാലോ, 49 plus 1 50 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇന്ന് എന്താ പറയുന്നത്? ആസ് AC is equal to ഏതാണ്? BC. AC and BC ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്കിത് പറയാം, ഈ ട്രയാങ്കിൾ ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് പറയാം. ചിത്രത്തിൽ നോക്കിയേ, ഈ സൈഡും റൂട്ട് 50, ഈ സൈഡും റൂട്ട് 50. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിൾ ഐസോസെലസ് സമപാർശ്വ ത്രികോണമാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ഇനി നമുക്ക് CD ആണ് കണ്ടുപിടിക്കേണ്ടത്. CD is equal to root of root 50 square minus 5 square. Root 50 square എടുത്തു കഴിയുമ്പോൾ 50 minus 25 equal to root 25. root 25 എത്രയാണ്? 5. ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഹാഫ് ഇൻറ്റു 10 into 5. അറിയാലോ, ഹാഫ് BH ആണ് ഏരിയ. 10 into 5 എത്ര കിട്ടും? 10ഉം 2 കൂടെ കട്ട് ചെയ്ത് പോയി, അങ്ങനെ നമുക്ക് 5 കിട്ടും. 5 into 5 25. അങ്ങനെ നമ്മുടെ ഏരിയ എത്രയാണ്? 25. പരപ്പളവ് എത്രയാണ്? 25. മനസ്സിലായല്ലോ? ഏരിയ 25. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്ക് 6th ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ മീറ്റർ സ്ക്വയർ ഉണ്ട് കേട്ടോ. 25 മീറ്റർ സ്ക്വയർ. നമ്മൾ ഏതൊരു കണക്ക് ചെയ്തോ അതിന്റെ മീറ്റർ ആണോ സെന്റിമീറ്റർ ആണോ എന്ന് നമ്മൾ യൂണിറ്റ് എഴുതാനായിട്ട് മറന്നു പോകുന്നതാണ്. 25 മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് 6th ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കാം. The center of a circle is 1, 2 and the point on it 3 and 2. Find the coordinates of the diameter through this point. ക്വസ്റ്റ്യൻ മലയാളത്തിലൂടെ വായിക്കാം. ഒരു വൃത്തത്തിന്റെ കേന്ദ്രം 1, 2
അതിലെ ഒരു ബിന്ദുവാണ്, ഒരു വൃത്തത്തിലെ ഒരു ബിന്ദുവാണ് 1 2. ഈ ബിന്ദുവിനുള്ള വ്യാസത്തിന് മറ്റേ അറ്റം കണ്ടെത്തുക. ഇതിലുള്ള വ്യാസത്തിന്റെ മറ്റേ അറ്റം കൂടെ കണ്ടെത്തുക. നമുക്കൊരു കോഡ് വരയ്ക്കാം. എക്സ് വൈ നമുക്ക് കോഡ് കൊടുക്കാം. നമുക്ക് കറക്റ്റ് ബിന്ദു വന്നിട്ടാണ് 1 and 2. പിന്നെ നമുക്ക് എന്തൊക്കെ എന്താണ് 3 2 അതിലൊരു ഇതാണ് നമ്മളോട് പറയട്ടെ. പോയിന്റ് ഓഫ് ഡയമീറ്റർ, മിഡ് പോയിന്റ് ഓഫ് ഡയമീറ്റർ നമുക്ക് കണ്ടുപിടിക്കാം. ഡയമീറ്റർ ആണല്ലോ വ്യാസം നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം എക്സ് പ്ലസ് 3. നമുക്ക് ഇവിടെ തന്നിട്ടില്ലായിരുന്നു എക്സ് വൈ, നമുക്ക് ഒരു കോഡ് മാത്രമേ തന്നിട്ടുള്ളൂ. പിന്നെ തന്നേക്കുന്നത് മിഡ് പോയിന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എക്സ് വൈ നമ്മളിവിടെ കോഡിന് കൊടുത്തു. പിന്നെ നമുക്ക് എക്സ് പ്ലസ് 3/2 ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര എഴുതാം? മുമ്പ് നമ്മൾ ചെയ്തതല്ലേ 4th കണക്കിൽ. നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ എക്സ് പ്ലസ് 3 ഇസ് ഈക്വൽ ടു 2 × 1 എത്രയാണ്? 2. എക്സ് ഇസ് ഈക്വൽ ടു 2 മൈനസ് 3 ഇസ് ഈക്വൽ ടു 1. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ വൈയുടേതും ചെയ്യാം. y plus 2 divided by 2 is equal to 2. y plus 2 is equal to 4. 2 into 2 4. y is equal to 4 minus 2 is equal to 2. പോയിന്റ് നമുക്ക് എങ്ങനെ കിട്ടി? -1 and 2. എത്രയാണ് നമ്മുടെ പോയിന്റ്? എക്സ് വൈയുടെ പോയിന്റ് ആണ്. നമുക്ക് അവിടെ എക്സ് വൈ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇവിടെ -1 and 2 എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? താങ്ക് യു.